വേദനാജനകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പല രോഗികളെയും നമ്മൾ കാണാറുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന സഹോദര സഹോദരിമാർ കൊടിയ വേദനകൾ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ അത് കണ്ടു നിൽക്കുന്ന നമുക്കായിരിക്കും അതിൻ്റെ വേദന നമ്മുടെ മനസ്സിൽ കൃത്യമായി ബോധ്യമാവുക. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന രോഗിക്ക് മുമ്പിൽ നമ്മൾ എത്തിച്ചേർന്നാൽ ആ രോഗിയുടെ വേദനകൾ ശമിച്ചു കിട്ടുന്നതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസ്സലാം എന്ന് പറയുന്ന നാമം ഉപയുക്തമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അസ്സലാം എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥം അതിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാത്ത് സിഫാത്ത് അഫ്ആൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സത്താ ഗുണങ്ങൾ, പ്രവൃത്തി കർമ്മങ്ങൾ എല്ലാറ്റിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണ ന്യൂനമുക്തനാണ്. അപ്പോൾ സലാം എന്ന് പറയുന്ന ശാന്തിയുടെ നാമം പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഖറഅ ഇൻദ മരീദിൻ, ഒരു രോഗിക്കരികിൽ ആരെങ്കിലും ഈ നാമം ഉച്ചരിച്ചാൽ അഥവാ അസ്സലാം എന്നുള്ളത് ഉച്ചരിച്ചാൽ 136 തവണ ബിറഫി സൗത്തിൻ, ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത്. ബഹേതു യസ്മഉൽ മരീദ് എന്ന് പറഞ്ഞാൽ ആ രോഗി കേൾക്കത്തക്ക രൂപത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് 136 തവണ ചൊല്ലുക. മഅ റഫ്ഇ യദിഹി അലാ റഅസി ദാലിക്കൽ മരീദ്, നമ്മുടെ രണ്ട് കൈയും ആ രോഗിയുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണം. എങ്കിൽ ഫഇന്നഹു യഹ്സുലു ലഹു, ആ മനുഷ്യനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു വിമോചനം ഉണ്ടാകും, ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസ്ഥ മരണം അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഉണ്ടാക്കുമെന്ന് പണ്ഡിതന്മാർ